സാങ്കേതികവിദ്യ അരങ്ങു തകർക്കുന്ന കാലത്ത് വായന മരിക്കുകയാണോ? ഇല്ലെന്ന് പറയാതെ പറയുകയാണ് പാലക്കാട് പുതുപ്പരിയാരത്തെ മധുരം ഗായതി എന്ന ഒരു അപൂർവമായ ഗ്രന്ഥശാലയും വായനാവേദിയും. ഈ വായനാ ദിനത്തിൽ അക്ഷരങ്ങളെയും വായനക്കാരെയും അതിരറ്റ് സ്നേഹിക്കുന്ന ഒരു എഴുത്തുകാരനെയും അദ്ദേഹത്തിന്റെ സൗജന്യ സംരംഭത്തെയും പരിചയപ്പെടാം. ഇത് വിഹ, പാലക്കാട് പുതുപ്പരിയാരത്തെ എഴുത്തുകാരൻ രാജേഷ് മേനോന്റെ ഭവനം. ഇത് പക്ഷേ വെറുമൊരു വീടല്ല, അക്ഷരങ്ങളെ സ്നേഹിക്കുന്നവരുടെ ആശാകേന്ദ്രം കൂടിയാണിവിടം. ഇതിന്റെ മുകൾ നിലയിൽ ഒരു ഗ്രന്ഥശാല പ്രവർത്തിക്കുന്നു. ഒരു ദേശത്തിന്റെ മുഴുവൻ പുസ്തകശേഖരവും ഇവിടെ ഭദ്രം. വീടുകളിൽ ഗ്രന്ഥാലയമെന്നത് സാധാരണമാണെങ്കിലും ഇങ്ങനെയൊന്ന് അപൂർവം. പാലക്കാടിന്റെ ചരിത്രവും സംസ്കാരവും സാഹിത്യവും പുസ്തകങ്ങളിലൂടെ ഇവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. മധുരം ഗായതി എന്ന പേര് പ്രശസ്ത സാഹിത്യകാരൻ OV വിജയന്റെ പ്രശസ്ത കൃതിയാണെങ്കിൽ ഇവിടെ അത് രാജേഷ് മേനോന്റെ ഗ്രന്ഥാലയത്തിന്റെ നാമമാണ്. പ്രശ്നകലുഷിതമായ ആധുനിക സമൂഹത്തിൽ മധുരമായി സംസാരിക്കുക എന്നതാണ് ഈ പേരിന്റെ പിന്നിലെ പ്രമേയം. 3 വർഷം മുമ്പാണ് ഇത്തരമൊരാശയം രാജേഷ് മേനോന്റെ മനസ്സിൽ ഉദിക്കുന്നത്. സുഹൃത്ത് സദസ്സുകൂടി അത് ഏറ്റെടുത്തതോടെ മധുരം ഗായതി യാഥാർത്ഥ്യമാവുകയായിരുന്നു. അക്ഷരങ്ങൾ ഇഷ്ടപ്പെടുന്ന ആർക്കും ഇവിടെ എത്തി സൗജന്യമായി വായിക്കാം, ചർച്ച നടത്താം. മലയാളത്തിലെ ആദ്യത്തെ നോവലായ പാലക്കാട് ഒറ്റപ്പാലം അനങ്ങനടി സ്വദേശി അപ്പു നെടുങ്ങാടിയുടെ കുന്തലത മുതൽ പാലക്കാട് അട്ടപ്പാടി സ്വദേശി മണികണ്ഠൻ ഗോത്രഭാഷയിൽ എഴുതിയ മല്ലീസ് പറമുടി വരെ ഈ ശേഖരത്തിലുണ്ട്. വീടിന്റെ മുകൾ നിലയിലാണ് ഈ ഗ്രന്ഥശേഖരവും ചർച്ചാവേദിയും ഒരുക്കിയിട്ടുള്ളത്. പല പ്രമുഖ എഴുത്തുകാരും ഇതിനകം ഇവിടെ എത്തിയിട്ടുണ്ട്. പാലക്കാട്ടുകാർ എഴുതിയതും പാലക്കാടൻ സംസ്കാരം ദ്യോതിപ്പിക്കുന്നതുമായ 1000-ലധികം പുസ്തകങ്ങൾ മധുരം ഗായതിയുടെ കലവറയിലുണ്ട്. വായനക്കാർക്കും എഴുത്തുകാർക്കും നിരൂപകർക്കുമെല്ലാം ഏതു സമയത്തും ഇവിടെ വന്ന് പുസ്തകങ്ങൾ വായിക്കാം, വായനാ ചർച്ചകൾ നടത്താം. സാഹിത്യ ചർച്ചകളും പ്രത്യേക പുസ്തക ചർച്ചകളും ഇവിടെ നിരന്തരം നടക്കുന്നു. ഇന്ന് വായനാ ദിനത്തിലും പാലക്കാടൻ ജീവിതം പ്രതിഫലിക്കുന്ന പ്രദർശനം ജില്ലാ ഇൻഫർമേഷൻ വകുപ്പിന്റെ സഹകരണത്തോടെ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. കഥകൾ ഉൾപ്പെടെ 5 പുസ്തകങ്ങളുടെ കർത്താവ് കൂടിയാണ് മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥൻ കൂടിയായ രാജേഷ് മേനോൻ. ഭാര്യ പാലക്കാട് കേരള ബാങ്ക് ബ്രാഞ്ച് മാനേജറാണ്. പുതിയ കാലത്ത് വായന കടലാസിൽ നിന്നും മാറി ഡിജിറ്റൽ രൂപത്തിൽ എത്തിയെങ്കിലും മനുഷ്യന്റെ സർഗശേഷി നിലനിൽക്കുന്നിടത്തോളം വായന നിലനിൽക്കുമെന്നാണ് രാജേഷ് മേനോന്റെ അഭിപ്രായം. പുസ്തകങ്ങൾ ഒരു പ്രദേശത്തിൻ്റെ, ഒരു നാടിൻ്റെ പലതരത്തിലുള്ള ജീവിതം അടയാളപ്പെടുത്തപ്പെടുന്ന പുസ്തകങ്ങൾ. ഇപ്പോൾ പാലക്കാട്ടുകാരായിട്ടുള്ള ആളുകൾ, പാലക്കാട്ട് വന്ന് താമസിച്ചിട്ടുള്ള ആളുകൾ, അവരെല്ലാം പല രീതിയിൽ പാലക്കാടിനെ കാണുകയും എത്രയോ കാലം മുമ്പ് പാലക്കാടിനെ അടയാളപ്പെടുത്തുകയും ചെയ്ത മനുഷ്യരുണ്ട്. പക്ഷെ നമ്മുടെ വായനകൾ വളരെ വിപുലപ്പെടുകയും ലോകത്തുള്ള ഏത് പുസ്തകങ്ങളും നമുക്ക് കിട്ടുകയും ഒക്കെ ചെയ്യുന്നൊരു സന്ദർഭത്തിലും നമ്മുടെ പ്രദേശത്തുള്ള പല മനുഷ്യരെയും ചിലപ്പോൾ നമ്മൾ ഓർമ്മിക്കാതെ പോവുകയും ഒരു പുസ്തകങ്ങളൊക്കെ എഴുതി, വളരെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ എഴുതി മരിച്ചുപോയ മനുഷ്യരെ നമ്മൾ ചിലപ്പോൾ വിസ്മൃതിയിലാകപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. എത്രയോ എഴുത്തുകാർ നമ്മളറിയാതെ നമ്മുടെ ഇടയിൽ അങ്ങനെ ഉണ്ട്. ജീവിച്ചിരിക്കുന്നവരിലും പലരെയും നമുക്ക് വേണ്ട വിധം ശ്രദ്ധിക്കാൻ സാധിക്കാറുമില്ല. പഴയ എഴുത്തുകാരാവട്ടെ പലരും സോഷ്യൽ മീഡിയയിലോ അങ്ങനെയൊന്നും സജീവമല്ലാത്ത എത്രയോ എഴുത്തുകാരുമുണ്ട്. അപ്പോൾ അവരൊന്നും തന്നെ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നില്ല, അവരുടെ പ്രധാനപ്പെട്ട കൃതികൾ നമ്മൾ ഓർമ്മിക്കുന്നില്ല. അപ്പോൾ അത്തരം കൃതികളെ എങ്ങനെ സംരക്ഷിക്കാം, പുതിയൊരു തലമുറയിലേക്കും പുതിയ കാലത്തിലേക്കും അതെങ്ങനെ പകരാം, നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന മനുഷ്യരെ, എഴുത്തുകാരെ, അവർ കണ്ട ഈ നാടിനെ നമുക്കെങ്ങനെ നമ്മുടെ ഇടയിലേക്ക് കൂടുതൽ എത്തിക്കാമെന്നുള്ളൊരു ആലോചനയുടെ ഭാഗമായിട്ടാണ് പാലക്കാട്ട് എഴുത്തുകാരും വായനക്കാരും ഒക്കെ ആലോചിച്ചുകൊണ്ട് ഇത്തരം ഒരു സംരംഭത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. UTV ന്യൂസ്, പാലക്കാട്.